ഇതിനെല്ലാം പുറമെയാണ് ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്കായി, ഇവിടത്തെയും പുറത്തെയും ഒക്കെ വിദ്യാർത്ഥികൾക്കായി ചെറുകഥാ മത്സരം നടത്തുകയും കേരളത്തിൽ തന്നെ ഒരു ചെറുകഥാ മത്സരത്തിന് ലഭ്യമാകുന്ന മികച്ച സമ്മാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ മുതിർന്ന എഴുത്തുകാരുടെ പരിശോധനയ്ക്ക് അത് വിധേയമാക്കി അതിന് അവാർഡ് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഈ അവാർഡ് വിതരണ ചടങ്ങ് വാസ്തവത്തിൽ വളരെ പ്രാഥമികമായ ഒരു ഹാളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പരിപാടിയായി നടത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നടത്തുന്നതിന് പകരം മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരെ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഇതിനെ ഒരു സാഹിത്യോത്സവമായി വിജയിപ്പിക്കാൻ ആസൂത്രണം ചെയ്യാനാണ് സാഗ മുതിർന്നത്. അതും വലിയൊരു കാര്യമാണ്. നമ്മുടെ വേദിയിൽ ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 3 എഴുത്തുകാർ ഉണ്ട്. രാമനുണ്ണി, KP രാമനുണ്ണി ഉണ്ട്, അതുപോലെ സുഭാഷ് ചന്ദ്രനുണ്ട്, അതുപോലെ ശ്രീ VR സുധീഷ് ഉണ്ട്. നമ്മുടെ ചലച്ചിത്രവേദിയിലെ ഏറ്റവും പ്രാമാണികരായ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള എണിച്ചെടുപ്പുണ്ട്. സലിം കുമാറിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സലിമുണ്ട്. അതുപോലെ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളായും അധ്യാപകരായും ഒക്കെ പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ പല നിലകളിൽ മുദ്ര പതിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി പേർ വേദിയിലും സദസ്സിലുമായിട്ട് ഉണ്ട്. ഒരു പുരസ്കാര വിതരണ ചടങ്ങിനെ ഇത്രമേൽ വിപുലമായ ഒരു സാഹിത്യ സാംസ്കാരിക സമ്മേളനമാക്കി മാറ്റി തീർക്കാനായി വളരെ കൂടുതൽ പണിപ്പെട്ടാണ് സാഗ ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായും ഈ കലാലയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ടും ഇതിനുവേണ്ടി പരിശ്രമിച്ച സാഖയുടെ സാരഥികളെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ഇതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പസിൻ്റെയും നമ്മുടെ ഈ പ്രദേശത്തെയും ഏറ്റവും മികവുറ്റ സാഹിത്യോത്സവ പരമ്പരയായി സാഗയുടെ ഈ സമ്മേളനങ്ങൾ മാറിത്തീരട്ടെ എന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും കൂടുതൽ ഈ വേദിയിൽ സംസാരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ. 81-88 കാലത്ത് ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു. ആ കാലത്തും പിന്നീട് പലപ്പോഴുമായി ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പിൽക്കാലത്ത് രൂപപ്പെട്ട പലതരം ശേഷികളുടെയും പ്രാഥമികമായ ഘട്ടം ഈ കലാലയത്തിലെ ജീവിതമായിരുന്നു. അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായാലും പ്രഭാഷണമായാലും കവിതയിലെ ചെറിയ പരിശീലനങ്ങളായാലും ഒക്കെ ഇവിടെ നിന്നാണ് വന്നത്. അതിൻ്റെ ഒരു ബലത്തിലാണ് വാസ്തവത്തിൽ ഇന്നിവിടെ നിൽക്കുന്നതും പല വേദികളിൽ നിൽക്കാൻ കഴിയുന്നതും. അതെല്ലാം ഹൃദയപൂർവ്വം അനുസ്മരിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഹൃദ്യമായ രീതിയിൽ ആവിഷ്കരിച്ച സാഗ എന്ന ഈ കൂട്ടായ്മയിൽ ഞാനും അതിൻ്റെ ചെറിയൊരു പങ്കാളിയായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കഴിയുന്ന പോലെ അതിനോട് ഒത്തുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചതിലുള്ള എൻ്റെ കൃതജ്ഞത കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഔപചാരികമായി അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി മലയാളത്തിലെ സാഹിത്യവേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയലാർ അവാർഡ് ജേതാവും കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവും സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗവും ഒക്കെ ആയിട്ടുള്ള ശ്രീ KP രാമനുണ്ണിയെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.